നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ ട്രെയിലർ ലോറിയിടിച്ച് അപകടം. യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത നടത്തറ സിഗ്നലിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി 10:30 സംഭവം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെജി ജോർജിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റെജി ജോർജ് ഉൾപ്പെടെ 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിലർ ലോറി സിഗ്നൽ തെറ്റിച്ചതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ലുകൾ പൊട്ടിയ നിലയിലാണ്. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒല്ലൂരിൽ ബൈക്കിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. തലോർ ചിന്നപ്പാകടി വീട്ടിൽ അൽഫോൺസയ്ക്കാണ് പരിക്കേറ്റത്. അൽഫോൺസയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 560 രൂപ കൂടി 1,02,680 രൂപയിൽ എത്തി. ഗ്രാമിന്റെ വില 70 രൂപ വർദ്ധിച്ച് 12,765 രൂപയുമായി. ലക്ഷം തൊട്ടതിനു പിന്നാലെ സ്വർണ്ണവിലയിൽ താഴ്ച രേഖപ്പെടുത്തിയിട്ടില്ല. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ പൊതുകുളങ്ങളിലൊന്നായ പെരിങ്ങാംകുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു. ഏറെക്കാലം നാശോന്മുഖമായി കിടന്ന കുളം വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും കുളത്തിന്റെ മുഖം മങ്ങുകയാണ്. ദേശീയപാതയോരത്തുള്ള പെരിങ്ങാംകുളം ഏറെക്കാലം പായലും ചണ്ടിയും നിറഞ്ഞ് അവഗണിക്കപ്പെട്ട് കിടന്നുവെങ്കിലും 10 വർഷം മുൻപ് കുളത്തിന്റെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തി മികച്ച വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു. അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങാംകുളം മോടി പിടിപ്പിച്ചത്. ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും നാട്ടുകാർക്കുമായി വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു. എന്നാൽ ഏതാനും വർഷങ്ങളായി കുളം വൃത്തിയാക്കാത്തതിനാൽ പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ. മാലിന്യ നിക്ഷേപത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് സന്ദർശകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ചിലത് തകർന്നു കിടക്കുകയാണ്. നടപ്പാതയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. പെരിങ്ങാംകുളത്തിലെ പായലും ചണ്ടിയും നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,805 രൂപയും പവന് 1,02,440 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.